നമസ്കാരം. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ബ്രാൻഡ് വേഴ്സസ് ബിസിനസ് രജിസ്ട്രേഷൻ, ബ്രാൻഡ് രജിസ്ട്രേഷൻ വേഴ്സസ് ബിസിനസ് രജിസ്ട്രേഷൻ ശരിക്കും രണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ്. ബ്രാൻഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ബിസിനസ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പം നിങ്ങളൊരു സ്ഥാപനം ആരംഭിക്കാൻ ഒരു പദ്ധതി ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് പല രീതിയിൽ ഇന്ത്യയിൽ അപ്ലൈ ചെയ്യാനായി രജിസ്റ്റർ ചെയ്യാനായിട്ട് കഴിയും. അല്ലെങ്കിൽ ഒരു പ്രൊപ്പറേറ്റർഷിപ്പായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയോ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പോ 1 പേഴ്സൺ കമ്പനിയോ ഇത്തരത്തിൽ. ഇനി ബ്രാൻഡ് രജിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒന്നേ ഉള്ളൂ, ദറ്റ് ഈസ് ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ. ഓക്കെ, ഇനി ഇതൊന്നുമല്ല പലപ്പോഴും പലരും ചോദിക്കുന്നൊരു ചോദ്യം. എൻ്റെ ബ്രാൻഡ് നെയിം ഞാൻ ട്രേഡ് മാർക്കിൽ അപ്ലൈ ചെയ്യുന്നു, ഓക്കെ, എൻ്റെ ബിസിനസ്സിൻ്റെ പേര് ഞാൻ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യണോ? കാരണം പല ബിസിനസ്സുകൾക്കും അവരുടെ ബ്രാൻഡ് നെയിമും ബിസിനസ് നെയിമും രണ്ടായിരിക്കും. ഇപ്പം ABC എന്നായിരിക്കാം അവരുടെ, ABC പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരിക്കാം അവരുടെ കമ്പനി പേര്. പക്ഷേ ഇവരുടെ ബ്രാൻഡ് നെയിം എന്ന് പറയുന്നത് ഒരു പക്ഷേ ആൽഫ എന്നായിരിക്കാം. റൈറ്റ്, ആൽഫ എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിം എന്ന് വെച്ചാൽ പ്രോഡക്റ്റിൻ്റെ പേര്. അവരുടെ ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്കൊരു ഇത് കാണിച്ചു തരാം. പ്രിങ്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബ്രാൻഡ് നെയിമാണ്. ഇനി അതിൻ്റെ മാനുഫാക്ചർഡ് ഇമ്പോർട്ടഡ് ആൻഡ് മാർക്കറ്റഡ് ബൈ കെലോഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. സോ കെലോഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് കമ്പനി നെയിം, പ്രിങ്കിൾസ് എന്ന് പറയുന്നത് ബ്രാൻഡ് നെയിം. ഇതിൽ ഏതാണ് നമ്മൾ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ട്രേഡ് മാർക്കിന് എന്തും അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ബ്രാൻഡ് നെയിം അപ്ലൈ ചെയ്യാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോഗോ അപ്ലൈ ചെയ്യാം, കമ്പനി നെയിം അപ്ലൈ ചെയ്യാം, കളർ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ വേണ്ടത് എന്തൊക്കെയാണോ, മറ്റൊരാൾ നിങ്ങളിൽ നിന്ന് കോപ്പി അടിക്കേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് എന്തൊക്കെയാണോ, എനിക്ക് മാത്രമായിട്ടുള്ളൊരു പ്രൊപ്പറേറ്ററി റൈറ്റ് ആയിരിക്കണം ഇത് എന്ന് തീരുമാനിക്കുന്നത് എന്താണോ, ഇതെല്ലാം നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് എടുക്കാനായിട്ട് കഴിയും. ഈവൻ നിങ്ങളുടെ ചെറിയൊരു പരസ്യമൊക്കെ വരുന്ന സമയത്ത് ഒരു ജിങ്കിൾ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ട്യൂൺ ഉണ്ടെന്ന് വിചാരിക്കുക, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൗണ്ട് മാർക്കായിട്ട് ട്രേഡ് മാർക്കിൽ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. സോ എന്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഇനി ചോദ്യം ഇതാണ്, പ്രിങ്കിൾസ് എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ കെലോഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന പേര് നിങ്ങൾക്ക് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാൻ കഴിയുമോ? ഡെഫിനറ്റ്ലി കഴിയും, ഒരു പ്രശ്നമില്ല, എന്ത് നിങ്ങൾക്ക് ചെയ്യാം. അൾട്ടിമേറ്റ്ലി ട്രേഡ് മാർക്കിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പേര് പ്രൊട്ടക്റ്റ് ചെയ്യുക, മറ്റൊരാൾ യൂസ് ചെയ്യാതെ നമ്മളതിനെ ലോക്ക് ചെയ്യുക, സാധാരണ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം മറ്റൊരു ചോദ്യം ഇതാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രിങ്കിൾസ് എന്താണ് അവർ വിൽക്കുന്നത്? ഇതിപ്പോൾ ചിപ്സാണ്. സോ ചിപ്സ് വരുന്നതെല്ലാം ക്ലാസ് 30 വരുന്നത്, 30. അപ്പം ഈ കമ്പനി നെയിം കെലോഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്, ഇതിപ്പം ഏത് ക്ലാസ്സിൽ നമ്മൾ അപ്ലൈ ചെയ്യും? ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു ക്ലാസ്സാണ് ക്ലാസ് 35. 35 എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വാസ്റ്റായിട്ടൊരു ക്ലാസ്സാണ്. അപ്പോൾ അതിനകത്ത് നമുക്കിപ്പോൾ ഇപ്പോൾ റീറ്റെയിൽ, ഹോൾസെയിൽ, ഇ കൊമേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ ഇതെല്ലാം ചെയ്യുന്നതാണ് വിചാരിക്കുക. അപ്പം പ്രിങ്കിൾസിൻ്റെ റീറ്റെയിൽ, ഹോൾസെയിൽ, ഡിസ്ട്രിബ്യൂഷൻ, റീറ്റെയിൽ ചെയ്യുന്നില്ല പക്ഷേ ഡിസ്ട്രിബ്യൂഷനാണ് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ, ഇമ്പോർട്ട്, ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് കെലോഗ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. സോ കെലോഗ്സ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കെലോഗ്സ് ഇന്ത്യ എന്ന് പറയുന്ന പേര് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് 35 അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത് ഹോൾസെയിൽ, ഡിസ്ട്രിബ്യൂഷൻ, ഇമ്പോർട്ട്, ഇ കൊമേഴ്സ് ഓഫ് ചിപ്സ് അല്ലാന്നുണ്ടെങ്കിൽ സ്നാക്സ്. റൈറ്റ്, അപ്പോൾ ക്ലാസ് 35 നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളുടെ ബ്രാൻഡ് നെയിം അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് അതിന് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ് ഏതാണോ അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പം ട്രേഡ് മാർക്കിൽ ശരിക്കും റെസ്ട്രിക്ഷൻസ് ഇല്ല, നിങ്ങൾക്ക് ഇന്നത് മാത്രമേ അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതില്ല. കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത, ട്രേഡ് മാർക്ക് നിയമത്തിൽ റെസ്ട്രിക്ഷൻ ഇല്ലാത്ത എന്തും നിങ്ങൾക്ക് ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. എത്ര ക്ലാസ്സസ് വേണമെങ്കിൽ നിങ്ങൾക്ക്, 45 ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും, യാതൊരു പ്രശ്നവും വരുന്നില്ല. പക്ഷേ നിങ്ങൾക്കത് പേര് കിട്ടാൻ സാധ്യതയുള്ളതായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത പേരുകളായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. റൈറ്റ്, സോ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ബ്രാൻഡ് നെയിമും കമ്പനി നെയിമും രണ്ടും നിങ്ങൾക്ക് ട്രേഡ് മാർക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. എഗെയിൻ ഇതെല്ലാം നിങ്ങളുടെ സാമ്പത്തികം പോലെ ഉണ്ടാവും. നിങ്ങൾ ഫൈനാൻഷ്യലി നിങ്ങൾക്കിത് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫയൽ ബോത്ത്. വലിയ എമൗണ്ടും വരുന്നില്ല പ്രത്യേകിച്ച് നോക്കുന്ന സമയത്ത്. റൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് ട്രേഡ് മാർക്കുമായി ബന്ധപ്പെട്ട സർവീസ് ആണെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വിഷയമായി കാണാം. അതൊരു സിജു രാജ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.